മുൻ പോലീസ് മേധാവിയും ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലറുമായ ആർ ശ്രീലേഖ അപ്രതീക്ഷിതമായി പൊട്ടിച്ച ബോംബ് സിനിമാ ലോകത്തെ ആകെ പിടിച്ചുലയ്ക്കുകയാണ്. സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പിൽ ശ്രീലേഖ അവകാശപ്പെടുന്നത് ഇതാണ്: ദൃഢം, ഭൂതകാലം എന്നീ സിനിമകളുടെ പ്രമേയം തന്റെ ചെറുകഥകളുടേതാണ് എന്നാണ് അവർ അവകാശപ്പെടുന്നത്. ദൃഢം എന്ന ചിത്രം കണ്ടപ്പോഴുണ്ടായ അനുഭവം അവർ തുറന്നു പറയുന്നു. ഒരു പോലീസ് കഥയായതിനാൽ ആ സിനിമ കാണാൻ താൻ തീരുമാനിച്ചതായും, എന്നാൽ സിനിമയുടെ മൂലകഥ താൻ വർഷങ്ങൾക്ക് മുൻപ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ച കരിങ്കുടി പോലീസ് സ്റ്റേഷൻ എന്ന ചെറുകഥയോട് വളരെ സാമ്യമുണ്ടെന്നും അവർ പറയുന്നു. സ്വന്തം യൂട്യൂബ് ചാനലിൽ ആ കഥ ശബ്ദരൂപത്തിലും അവതരിപ്പിച്ചിരുന്നുവെന്ന് അവർ കൂട്ടിച്ചേർക്കുന്നു. അതുമാത്രമല്ല, 2022 പുറത്തിറങ്ങിയ ഭൂതകാലം എന്ന ചിത്രത്തിന്റെ ആശയവും താനൊരിക്കൽ പങ്കുവച്ച അനുഭവത്തിൽ നിന്നാണ് കടം കൊണ്ടതെന്ന ആരോപണവും ശ്രീലേഖ ഉന്നയിക്കുന്നു. എന്റെ കഥയ്ക്ക് ഞാൻ നൽകിയ പേര് ഭൂതഭവനം ആയിരുന്നു. സിനിമയുടെ പേരിലും അതിന്റെ പ്രതിഫലനം കാണാം എന്നാണ് അവരുടെ വാദം. എന്നാൽ ആരോപണങ്ങൾക്ക് മറുപടിയുമായി സിനിമയുടെ സൃഷ്ടാക്കൾ രംഗത്തെത്തി. ദൃഢം സിനിമയുടെ സംവിധായകൻ മാർട്ടിൻ ജോസഫ് ഈ ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളി. സിനിമ കണ്ടവർക്ക് തന്നെ മനസ്സിലാകും, ശ്രീലേഖയുടെ കഥയുമായി ഇതിന് യാതൊരു ബന്ധവുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ദൃഢം ഒരു നവാഗത പോലീസുകാരന്റെ കഥയാണ് പറയുന്നത്. മലനിരകളിലെ ഒരു ഒറ്റപ്പെട്ട ഔട്ട്പോസ്റ്റിലെത്തുന്ന യുവാവിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന ഭീകര കുറ്റകൃത്യങ്ങൾ അവനെ മാനസികമായി എങ്ങനെ തളർത്തുന്നു എന്നതാണ് കഥയുടെ നട്ടെല്ല്. ഷൈൻ നിഗം അവതരിപ്പിച്ച ഈ കഥാപാത്രം പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയിരുന്നു. അതേസമയം രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭൂതകാലം വിമർശകരുടെ പ്രശംസ പിടിച്ചുപറ്റിയ ഒരു ഹൊറർ ചിത്രമാണ്. മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു അമ്മയും മകനും ഒരു വാടക വീട്ടിൽ അനുഭവിക്കുന്ന അതിഭീകരമായ സംഭവങ്ങളാണ് സിനിമയുടെ പ്രമേയം. രേവതിയും ഷെയ്ൻ നിഗവും ചേർന്നുള്ള പ്രകടനം ചിത്രത്തെ കൂടുതൽ ഗംഭീരമാക്കി. എന്തായാലും ശ്രീലേഖയുടെ അവകാശവാദം ഒരിത്തിരി കടന്നുപോയെന്നാണ് സിനിമാ രംഗത്തുള്ള പലരും കരുതുന്നത്. തന്റെ കഥകളുടെ പ്രമേയമാണ് 2 സിനിമകളുടെയും പിന്നണിക്കാർ കവർന്നത് എന്ന് ആരോപിക്കുമ്പോൾ അതിൽ വിവാദം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന കാര്യം വ്യക്തം. ആ വിവാദം എങ്ങനെ കത്തിപ്പടരുന്നു എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. സൃഷ്ടിയുടെ ഉടമസ്ഥാവകാശം, പ്രചോദനത്തിന്റെ അതിരുകൾ, ആശയങ്ങളുടെ സ്വതന്ത്ര യാത്ര തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ് ഈ വിവാദം. സിനിമയും സാഹിത്യവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ കൂടി ഉയർത്തുകയാണിത്. ഒരു കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന ഒരു സിനിമ പാലിക്കേണ്ട മര്യാദകൾ എന്തൊക്കെ എന്ന ചോദ്യവും ഈ വിവാദം ഉയർത്തുന്നുണ്ട്. ഇത്തരം ഒരു ആരോപണം പൊതുമധ്യത്തിൽ ഉന്നയിക്കുന്നതിന് മുൻപ് മുൻ പോലീസ് ഉദ്യോഗസ്ഥ കൂടിയായ കഥാകൃത്ത് പാലിക്കേണ്ടിയിരുന്ന മര്യാദകൾ എന്തൊക്കെയെന്നും ചിന്തിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്?